ലെറ്റ്സ് വെൽക്കം നസീർക്ക, പ്രസാദ് ഏട്ടാ, മണിക്കുട്ട. സ്വാഗതം. നമുക്കെന്നാ ആദ്യത്തെ സ്കിറ്റിലേക്ക് കയറിയാലോ? നമ്മുടെ ശ്യാമ, രാജേട്ടൻ, ബിജു പൊഴിയൊരു നല്ല കൈഡ്. ഹലോ സുനിത ടീച്ചറെ, ഓ നല്ലൊരു അവധി ദിവസം. ഈ HM എന്നോട് കാണിച്ച പണി അറിഞ്ഞോ? ഓ നമ്മുടെ സ്കൂളിന്റെ ഈ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഈ ഡെസ്കിന്റെയും ബെഞ്ചിന്റെയും പണിയില്ലേ, അത് ചെയ്യാനായിട്ട് ഒരു മേസ്ത്രി ഇന്നിങ്ങോട്ട് വരും. അതുകൊണ്ട് സഹായിക്കാൻ ഞാനിവിടെ വേണമെന്ന്. ഓ ഒന്നും പറയണ്ട, എന്റെ ഒരു അവധി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടീച്ചർ സുഖമായിട്ടിരിക്കില്ലേ വീട്ടില്? ഇരുന്നായിരുന്നോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. നാളെ ഉടുത്തിറങ്ങി വന്നാൽ മതിയല്ലോ. എന്റെ ഒരു അവസ്ഥ. ടീച്ചറെ, രാജേന്ദ്രൻ, രാധിക, ഞാൻ ഇതെന്താ ഇവിടെ ഇങ്ങനെ? അയ്യോ, ഇത് നേരത്തെ ഇവിടെ തന്നെ ആണല്ലോ. അതല്ല, ഇതെന്താ ഇവിടെ ഈ സ്കൂളിൽ ഡെസ്കിന്റെയും ബെഞ്ചിന്റെ കാലൊടിച്ച് കിടക്കുന്നു പറഞ്ഞു. അങ്ങനെ നന്നാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? പഠിക്കുന്ന സമയത്ത് നീ ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ നീ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആവുമെന്നാ ഞാൻ വിചാരിച്ചത്. അയ്യോ, അത് അങ്ങനല്ലല്ലോ പറയുന്നത്. പിന്നെ ഈ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുന്ന അങ്ങനെയാണല്ലോ എമ്മത്തിപ്പുറത്ത് പറയുന്നത്. എടാ പിന്നെ നിന്റെ അമ്മ ഇപ്പോഴുണ്ടോ? അമ്മ വീട്ടിലുണ്ട്, പ്രായമായി ഇങ്ങനെ നടക്കണേ. എടാ അങ്ങനെയാണെങ്കിലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ ഈ പണിക്കൊക്കെ പോകുമ്പോ നിന്റെ അമ്മ ആര് നോക്കൂടാ? അമ്മ മാമനുണ്ട്. അതൊരു ഭാഗ്യമോ കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ അടിച്ച് വെളി കളഞ്ഞിരിക്കുക. അതെന്ത് സ്വഭാവ ദൂഷ്യം? സ്ത്രീ വിഷയം മാമന്, സ്ത്രീ വിഷയം. അയ്യോ, വേറൊന്നുമല്ലെന്ന്. സ്ത്രീകളുടെ ശബ്ദം സദാസമയം കേട്ടോണ്ടിരിക്കണം. എപ്പോഴും പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. അങ്ങനെ ഞാൻ അടിച്ച് വെളി കളഞ്ഞു. നമ്മുടെ അവിടുത്തെ ജംഗ്ഷനിലെ ഏതോ ഒരു പെട്രോൾ പമ്പിലെങ്ങാണ്ട് ജോലിക്ക് കിടന്ന് കയറ്റും. ഓ, അവിടെ വരുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടായിരിക്കും. അല്ല, എന്നാ പിന്നെ അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി? അതിനുമല്ല. പിന്നെ ഈ പെട്രോൾ അടിക്കുന്ന മെഷീൻ ഇല്ലേ, അതിനകത്ത് പെട്രോൾ അടിക്കുമ്പോ പെട്രോൾ 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 അങ്ങനെ കേൾക്കത്തില്ലേ? ഡീസൽ ഡീസൽ അങ്ങനെ കേൾക്കൂലേ? അത് കേൾക്കുമ്പോ അവനൊരു കിരികിരിപ്പ് അതിന് നിൽക്കുക. രാജേന്ദ്ര, നീ പണ്ട് എന്തൊക്കെ കുരുത്തക്കേടുകളെ കാണിച്ചു കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ? നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് ചില്ലറയൊന്നും എന്താ നീ കാണിച്ചത്? എന്റെ വീട്ടിന്റെ മതിലിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആ ഗേറ്റിന്റെ സൈഡിൽ നീ ഒരു എഴുതി വെച്ച് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? പിതാവുണ്ടോന്ന് നീ എഴുതി വെച്ച് ഓർമ്മയുണ്ടോ നിനക്ക്? അതെന്താണെന്നറിയാമോ പിതാവുണ്ടോന്ന് എഴുതി വെച്ചത്? നിന്റെ ആരാണ്ട് ആ മതന്റെ അപ്പുറ സൈഡിൽ മാതാവില്ലാന്ന് എഴുതി വെച്ചു. അപ്പൊ ഞാനൊരു അപ്പൊ പിതാവുണ്ടോന്ന് എഴുതി വെച്ചു. അത് എന്റെ വീടിന്റെ പേരായിരുന്നു, മാതാവില്ല. ഇത് വല്ലോ ഞാൻ അറിയുന്നു. അങ്ങനെ തൊട്ടരാ ഞാൻ. പിന്നെ നീ പണി ചെയ്യുന്നത് കൊള്ളാം. പക്ഷേ കാശ് നീ ചോദിച്ച് വാങ്ങിക്കോണം. കാരണം 6 പിശുക്കന നമ്മുടെ HM. എന്നെ വിളിച്ച പുള്ളിയോ? അതും രാജേന്ദ്രനോട് പണി ചെയ്ത പൈസ മേടിക്കാതെ ഞാൻ ഇവിടുന്ന് പോവാൻ. നീ എങ്ങനെ വാങ്ങിക്കുമെന്നാണ് ഈ പറയണത്? എന്റെ പൊന്നു രാധികേ, നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് പണിയാനായിട്ട് അകത്ത പണിയെല്ലാം ഏൽപ്പിച്ചെന്നെ. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എല്ലാം വൃത്തിയായിട്ട് ഞാൻ പണി കൊടുത്തു. ഇതിന്റെ മുതലാളി ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി ഇവൻ പൈസ തരുന്നില്ല. ഒരു ദിവസം രാഖി രാമാനം കട അടയ്ക്കുന്നതിന് മുമ്പ് 9 ആയപ്പോ കടയ്ക്കകത്തോളം കയറുക രാമേന്ദ്രൻ. എന്നിട്ട് അവിടെ കിടന്നൊരു ഒരു ചാക്കിങ് എടുത്ത് നോക്കിയപ്പോ മൊത്തം പച്ചക്കറി ഇരിക്കുന്നത്. ആ ചാക്കിനകത്ത് കുറെ തക്കാളി, കുറെ വെണ്ടയ്ക്ക, കുറെ ക്യാബേജ്, കുറെ സവാള എല്ലാം എടുത്തിട്ട് ചാക്ക് അങ്ങ് നിറച്ച്. ചാക്ക് നിറച്ചിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ കാണാം കൂർക്ക ഇരിക്കുന്നത്. നല്ലതല്ലേ? കൂർക്ക പോർക്കിലിട്ട് വറക്കാല്ലോ. നീ നേപ്പാളിൽ നിന്ന് വന്ന കൂർക്ക ഞാനിനി പോർക്കിനകത്തിട്ട് വരട്ടെ. എടി അവൻ കത്തിയായിട്ടിരിക്കണെന്ന്. പിന്നെ പച്ചക്കറി അവന്റെ മുന്നിൽ എറിഞ്ഞിട്ട് ഞാൻ പൈസ എടുത്തോണ്ട് കൊടുക്കും. അപ്പൊ ഗൂർക്ക പോലീസ് ആയിരുന്നാ? അതെ. ഞാൻ വേറെ കേസ് ചോദിക്കട്ടെ, രാധിക എന്താ ഇവിടെ? ഞാൻ അധ്യാപക വൃത്തി ചെയ്യുന്നു. അത് ശരി. ഒരു അധ്യാപകനെ വൃത്തിയാക്കിയാൽ എന്തോ പൈസ കിട്ടും. എങ്ങനെ അതിന്റെ? അതല്ല, ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുകയാണെന്ന്. ആണോ? ഞാനതല്ലേ അയച്ചോ. പഠിക്കുന്ന സമയത്ത് വൃത്തിയും മെനയില്ലാത്ത നീ അങ്ങനെ അധ്യാപക വൃത്തി എന്ന് പറഞ്ഞ അങ്ങനെ. അയാൾ വന്നാ പിന്നെ വരാതെ ഇവിടെ നിൽക്കാൻ പറ്റൂ? അല്ല, ഇയാൾ ഇന്നലെ വരാം, മിനിഞ്ഞാന്ന് വരാം, കഴിഞ്ഞ ആഴ്ച വരാന്ന് പറഞ്ഞു. 1 മാസമായിട്ട് എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. അല്ലല്ലേ, എനിക്ക് വേറെ പണിത്തിരക്കുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ പണി മാത്രമല്ല എന്റെ ഇരിക്കണേ. എടോ, ഞാൻ വെറുതെ അല്ലേ ചക്കച്ചോളല്ല തരുന്നത്, കാശ് അങ്ങോട്ട് എണ്ണി തരുന്നത്. കാശ് അങ്ങനെ എണ്ണിച്ചേരുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ പണിതിട്ടല്ല, ചുമ്മാ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരുമെന്നില്ല. ഒരു സാറിന്റെ മുമ്പിൽ എന്തോ ഇപ്പൊ കാണിച്ചെന്നറിയാലോ? എന്തോ കാണിച്ചു? വൃത്തിയുടെ കാണിച്ചത്. പണി ചെയ്യാൻ വന്നാ പണി ചെയ്യണം. ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും വിളിച്ച് പണി.
അല്ല പിന്നെ അല്ല അങ്ങനല്ല അല്ലല്ല ഞാൻ കാര്യം പറഞ്ഞല്ലേ ഒരു മാസമായിട്ട് വലിപ്പിച്ചല്ല കാര്യം പറഞ്ഞ രാമേന്ദ്ര മേശരെ ഈ ഓടിപ്പിച്ച പിന്നെ ഇവിടെ നിൽക്കാൻ അങ്ങനല്ല നിങ്ങൾ ആരെയോ അച്ഛാ പോകല്ലേ രാമങ്കരിന്ന് മീനാക്ഷി പറഞ്ഞിട്ട് വന്നാണ്. അല്ല കൊല്ലത്തുനിന്ന് ദാക്ഷായണി പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ്. അതൊന്നുമല്ല എന്താ പിന്നെന്തിനാ മോനെ ഞാൻ പോയപ്പോ അച്ഛൻ പോകരുതെന്ന് പറഞ്ഞത്? അച്ഛൻ പോകരുന്നല്ല പറഞ്ഞത്, തച്ച പോകല്ലേ എന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണ് പറഞ്ഞേ. ഞാനും അതല്ലേ ഞാൻ ആലോചിച്ച നസീർ സംക്രാന്തിയുടെ പ്രായമുള്ള ഒരു മോൻ അങ്ങനെ ഇരിക്കണ്ട. സാറേ ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. രാജേന്ദ്രൻ. എടാ നിനക്ക് മനസ്സിലായില്ലേ? എടാ നമ്മുടെ ക്ലാസ് ടീച്ചറായിരുന്ന അപ്പുമാഷ്. നമ്മളെ എന്ത് പഠിപ്പിച്ചേ? അപ്പുമാഷ് സ്കൂളിൽ നമുക്ക് 6ാം ക്ലാസ്സിൽ അത് തന്നെ സാറെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല എനിക്ക് ടീച്ചറെ പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇതങ്ങോട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അയ്യോ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന് ഓർമ്മ കിട്ടാൻ ഒന്നുകൂടെ. പക്ഷെ ഞാൻ ഒരുമാതിരി പഠിപ്പിച്ച പിള്ളേരെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയാ, പക്ഷെ തന്നെ അങ്ങോട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. അത് വിട്ടല്ല എന്നെ മനസ്സിലാകാത്തവരടുത്ത് ഇനി ഞാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അല്ല എനിക്ക് മനസ്സിലായില്ല. അല്ല അതിന്റെ അല്ല സാറേ, നമ്മള് മനസ്സിലാവാത്തവരടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അല്ലല്ല കുഴപ്പമില്ല. രാജേന്ദ്രൻ ഞാൻ ഇങ്ങനെ എല്ലാത്തിനും രാജേന്ദ്ര മനസ്സിലാകാത്തടത്ത് നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ താൻ പണി നടത്താതെ ഇവിടെ സ്കൂളിൽ ഒരുപാട് പണിയുണ്ട് രാജേന്ദ്രോ. സാറേ സാറിന് മനസ്സിലാവിഞ്ഞിട്ടാ എന്തു പിന്നെ പറഞ്ഞു സാറേ ഇത് രാജേന്ദ്രൻ. ഞാൻ പറഞ്ഞു സാറിന്റെ ഇരട്ടപ്പേര് പച്ചില കൊണ്ട് ബാത്റൂമിന്റെ സൈഡിൽ എഴുതി വെച്ചപ്പോ സാറ് ഉച്ചയ്ക്ക് ഇറക്കി വിട്ട് അടി കൊടുത്തില്ലേ? അല്ല അത് വേറൊരു പയ്യനല്ലായിരുന്നോ? കുമ്പോളി എന്ന് പറയുന്നൊരു പയ്യൻ. ഇല്ല ഇവനല്ല സാറേ. ഞാൻ പറഞ്ഞുതരാം സാറ്. ഒരു ദിവസം ക്ലാസ്സിൽ ഒന്നും പഠിക്കാതെ മലയാളവും പഠിക്കില്ല ഇംഗ്ലീഷും പഠിക്കാതെ ഇരുന്നിട്ടേ സാറ് ഡെസ്കിന്റെ മുകളിൽ ഇങ്ങനെ കുനിച്ച് നിർത്തി ചന്തിക്ക് അടി കൊടുത്ത. അല്ല ടീച്ചറെ എനിക്കറിയാം പഠിപ്പിച്ച രാജേന്ദ്ര, കൊച്ചു രാജേന്ദ്ര, ഞാൻ പഠിപ്പിച്ച എന്റെ കൊച്ചു രാജേന്ദ്ര. ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ചതാ. ദൈവമേ, മോനെ നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. അത് ഞാൻ ഈ പണിത്തിരക്കും പണിക്ക് വന്നാ പണിയണം. എന്റെ കൊച്ചു രാജേന്ദ്ര, എന്തോരം തല്ലാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കണം നീ. അല്ല കുഴപ്പമില്ല സാർ. ഇവിടെ ഉത്തരവാദിത്തത്തോട് ഒരു പണിക്ക് വരുമ്പോ നീ മീശ വെച്ചങ്ങ് വളർന്നു പോയി, അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലായില്ല. എന്റെ കൊച്ചു രാജേന്ദ്ര, ഞാൻ പഠിപ്പിച്ച എല്ലാവരും വലിയ നിലയിലേക്ക് എത്തി. പണിയണം, മര്യാദക്ക് ഇവിടെ നിന്ന് പണിഞ്ഞാൽ നിനക്ക് കൊള്ളാം. നിന്നെ എത്രയോ പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് ഓർമ്മയുണ്ടോ? സാറിപ്പോ പിടികിട്ടിയോ? പിടികിട്ടി. ഇനിയിപ്പോ അതിട്ട് അടിക്കണ്ട വിട്ടേ. കൊച്ചു രാജേന്ദ്ര, എത്രയോ പ്രാവശ്യം ഞാൻ നിന്റെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അതെ എന്നറിയാം, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ആദ്യമായിട്ട് സാർ എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് ഈ സാറിന്റെ ഇരിക്കുന്ന ആ റൂമിൽ, സ്റ്റാഫ് റൂമിന്റെ തൊട്ടുപുറത്ത് ആ ചുവരിനകത്ത് ഞാൻ ഹേമമാലിനി എന്ന് എഴുതി വെച്ചാൽ ഞാൻ സാറിനെ ആദ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ വെറുതെ പുറത്താക്കിയതല്ല, നീ എന്തുകൊണ്ടാ എഴുതി വെച്ചത്? ഞാൻ മൂത്രം കൊണ്ടാ എഴുതി വെച്ചത്. മൂത്രം കൊണ്ടാ നീ എഴുതി വെച്ച്, അതിനല്ല നിന്നെ പുറത്താക്കിയത്. അതെ നിന്റെ കൂട്ടുകാരൻ സുഭാഷ്, അവനെയും ഈ ഒരു കേസിനാണ് ഞാൻ പുറത്താക്കിയത്. പക്ഷെ അവനെ ഹേമമാലിനി എന്ന് എഴുതിയതിന്റെ പേരിലല്ല പുറത്താക്കിയത്, പിന്നെ ഷീല എന്ന് എഴുതിയതിന്റെ പേരിലാണ് സാർ പുറത്താക്കിയത്. അവനപ്പോ ഹേമമാലിനി ഇഷ്ടമല്ലായിരുന്നായിരിക്കും. അല്ല ഇഷ്ടമല്ലാത്തോണ്ടല്ല, പിന്നെ അവൻ ഈ വെള്ളം കൂടി കുറവല്ലേ. ഷീലെന്ന് 2 അക്ഷരം എഴുതാനുള്ള മൂത്രം അവന്റെ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് അവൻ പഴയ കുസൃതിയൊന്നും പോയിട്ടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ മക്കളെ? കല്യാണം കഴിച്ചേ. പക്ഷെ ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുവച്ചേക്കും. അവിടെ അയ്യോ അത് ഭയങ്കര സംശയം. ഭയങ്കര സംശയം. കുടുംബം തകരുന്ന ഏറ്റവും വലിയ കാര്യമാണ് സംശയം. ക്യാൻസറിനെ കാട്ടി വലുതാ. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. നിന്നെ എന്തിന്റെ പേരിലാണ് സംശയിച്ചത്? അല്ല അങ്ങനെ പെണ്ണുങ്ങളെ കൂട്ടി സംശയമല്ല. പിന്നെ റോക്കറ്റ് കണ്ടുപിടിച്ച താര, മറ്റേ ആറ്റം ബോംബ് കണ്ടുപിടിച്ച താര, രാഷ്ട്രപതിയുടെ മാമന്റെ പേരെന്തുവാ, ഇതൊക്കെയാ ഇവിടെ സംശയം. അതൊക്കെ എനിക്കിത് വല്ല അറിയാം. ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടു. പിന്നെ നല്ല കാര്യമല്ലേ അതൊക്കെ. മക്കൾ എത്ര പേരുണ്ട്? മക്കൾ ഒരാളുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട് 6ാം ക്ലാസ്സിൽ. ഇവിടെയോ? 6ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. അമ്പാടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്പാടി. അങ്ങനെ വഴക്കുവാ. എന്താ ഇത്? വഴിക്ക് വരാൻ പറഞ്ഞു. നല്ല വഴിക്കലുള്ള സ്ഥലത്താണ് ഇനിയും വഴിക്കാം. ആ കുഞ്ഞിലത്തെ തമാശയൊന്നും വിട്ടു പോയിട്ടില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്പാടി എന്റെ മോനാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചാ. ഈ സ്കൂളിലെ ഏറ്റവും വലിയ ഉഴപ്പനാമനാണ് ഈ നിന്റെ മകൻ അമ്പാടി. ഒരൊറ്റ ടീച്ചർമാർക്ക് അവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഈ സ്കൂളിന് ചീത്തപ്പേരാണ് അവൻ. അവൻ ഇവിടുന്ന് മാറ്റണമെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ PTA വിളിച്ച് പറഞ്ഞാണ്. വൃത്തികെട്ടൊരു ചെറുക്കൻ. എന്തിനാണ് ഇങ്ങനെ ഒരു ചെറുക്കൻ? അങ്ങനെ പറയല്ലേ പക്ഷേ. ഞാൻ പറയും എന്റെ മോനല്ലേ അവൻ. പിന്നെ മോനാണെന്ന് പറഞ്ഞാലും അല്ലല്ലേ എന്റെ മോനല്ലേ അവനല്ലേ. അവൻ ഇനി ഇപ്പൊ എത്ര കുരുത്തക്കേട് കാണിച്ചാലും അങ്ങനെ അയ്യോ ഒരെണ്ണമുള്ള ഒരു ഒലക്കൊക്കെ തല്ലി വളർത്തരുത്, അതാ കുഴപ്പം. സത്യം പറഞ്ഞോണ്ടല്ലേ മാഷേ. ഏകദേശം ഒരു 2011 ഡിസംബർ 18-ാം തീയതി, അതാണ് എന്റെ അമ്പാടി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം,
ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവത്തിനെ ഗാനമേള നടക്കുക, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ. അപ്പൊ ഞാൻ ഈ ഗാനമേള കേൾക്കാൻ വേണ്ടി വീട്ടിന്റെ വെളിയിലോട്ട് അങ്ങ് ഇറങ്ങിയതും എവിടുന്നാന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു കോരിച്ചൊഴിയുന്ന മഴയും ഇടിമിന്നലും പേമാരിയും മഴയൊക്കെ. അപ്പൊ ഒരു കുട എടുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വീട്ടിനകത്തേക്ക് അവന്റെ അമ്മയടുത്തോട്ട് കയറിയതേ. സാറും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ അവനെ ഇത്രയും കുറ്റം പറയുമ്പോൾ ഞാൻ ആലോചിച്ച് പോവുക, അന്ന് ആ മഴ എന്നാലും ഞങ്ങൾക്ക് ഗാനമേളയാക്കാൻ പോയാൽ മതിയായിരുന്നു. പക്ഷെ ഉള്ളത് പറയാലോ, അവൻ മലയാളത്തിൽ ഭയങ്കര ഉഴപ്പാ കേട്ടോ. ഉഴപ്പാണോ? പിന്നെ കൊള്ളാം. ഞാനേ സാറേ ഒരിക്കൽ വാക്യത്തിൽ പ്രയോഗിക്കാനായിട്ട് ഞാനൊരു വാക്ക് കൊടുത്തു, മനപ്രയാസം. അവൻ എന്താ എഴുതിക്കൊണ്ട് വന്നേന്ന് അറിയാമോ? അല്ലല്ല, അത് ഞാനാ ചെയ്യിപ്പിച്ചേ. ഞാൻ എഴുതി കൊടുത്താ വീട്ടിൽ നിന്ന്. ആണോ? അവൻ അറിയാത്തോണ്ട് ഞാൻ എഴുതി. എന്നാ പിന്നെ രാജേന്ദ്രൻ എന്താ എഴുതി കൊടുത്ത അത് പറ. ഉണ്ണി നമ്പൂതിരിയുടെ മന ഒരു പ്രയാസവും ഇല്ലാതെ പൊളിച്ചു. എടോ ഇതിലെവിടെയാണോ പ്രയാസം? ഉണ്ണി നമ്പൂതിരിക്ക് മനപ്രയാസം. അതിനകത്ത് പ്രയാസം ഉണ്ടോ? ജോഡി പിന്നെ ഒരുത്തന്നെ മന പൊളിച്ചു കളയുമ്പോ പിന്നെ അവന് പ്രയാസം വരത്തില്ല. ഇതെന്തോ ഇത്? ചേട്ടാ മനപ്രയാസം എന്ന് എഴുതിയാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഉണ്ണിയമ്പൂരെ കാറ്റ് വലിയ പ്രയാസമാണ്. അതെങ്ങനെ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കൂ? അങ്ങനെ കൊളയ്ക്കും, ഞങ്ങളുടെ കൊളയ്ക്കുമല്ലേ. പണി 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 പണിയിലേക്ക് കിടക്കാം. പിന്നെ തടി കൂട്ടണോ? എന്തോ തടി കൂട്ടണോ? വേണ്ട വേണ്ട വേണ്ട, ഇത് കറക്റ്റ് തടിയാ. കാരണം ഇനി കൂട്ടിയാ കൊളസ്ട്രോൾ കയറും, അണയ്ക്കും സാർ നടക്കും. എന്റെ രാജേന്ദ്ര അതല്ല, തടി സാമാനങ്ങളൊക്കെ ഇത്രയും മതിയോ? ഇനി കൂട്ടി തരണമെന്നാ ചോദിച്ചത്. വേണ്ട വേണ്ട വേണ്ട, ഇത് മതി. ഇത് വെച്ച് ഞാൻ പിടിക്കുമല്ലേ? ആ എന്നാ പണി കാട്ടെ. അതൊക്കെ നന്നായിട്ട് ആ തടി ഏതാ അതെ അതിന്റെ കാലാണ് പ്രശ്നം. ഞാന് സാറേ ഷോ കാതലുള്ള തടിയാ കേട്ടോ ഇത്. ഇതോ ഇത് കാതലുള്ള തടിയാ. അതെങ്ങനെ മനസ്സിലായി? ആരാണ്ട് കോമ്പസ് കൊണ്ട് ലൗച്ചിന്റെ അടിച്ചു വെച്ചേക്കുന്നുണ്ടോ? അത് സുഭാഷ്, 7B പഠിക്കുന്ന സുഭാഷ് ആണോ? പിന്നെ അവൻ എവിടെ കണ്ടാലും അവിടെ ലവ് ചിഹ്നം വരച്ചു. അത് ശരി. എന്തൊരു പിള്ളേരാ ഇത്. അയ്യോ ജീവനുള്ള തടിയാ കേട്ടോ. അതെങ്ങനെ അറിയാം? കണ്ട ചോര വരുന്നു. എടോ ആണിയുള്ളതൊക്കെ ഒരു കൈയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചോര വരും. അയ്യോ കയ്യിൽ തുള വീണ്. മാഷിനെ ചെറുതായിട്ട് കാണോ? അയ്യോ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഒക്കത്തില്ല. അത് പുണ്യാഹം കയ്യിലൊഴിക്കുമ്പോ താഴെ കൂടെ പോകും. പൈസയുടെ കാര്യം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് എത്ര നാൾ കൊണ്ട് തീർക്കാൻ പറ്റും? നമുക്ക് ഞാൻ നോക്കട്ടെ. ഇതല്ലേ ഉള്ളൂ, ഇനി വേറെ ഉണ്ടോ? വേറെ ഉണ്ട്, വേറെ റൂമിൽ ഇരിപ്പുണ്ട്. ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാം കൂടെ ഒരു മാസത്തെ പണിയുണ്ടോ? ഒരു മാസത്തെ പണി. പക്ഷേ ഞാൻ ഒരു 6 മാസം കൊണ്ടേ തീർക്കുന്നുള്ളൂ. എങ്ങനെ? ഒരു മാസത്തെ പണി മൊത്തത്തിൽ ഉണ്ടാകും, ഒരു 6 മാസം കൊണ്ടേ ഞാൻ തീർക്കുന്നുള്ളൂ. അതെന്നാ പരിപാടിയായി പറയുന്നത്? വർത്താനോ പറയാം. ഒരു മാസത്തെ പണിയല്ലേ ഉള്ളൂ. അതെ. പിന്നെ 6 മാസം കൊണ്ട് തീർക്കത്തുള്ളൂ എന്ന് പറയേണ്ട കാര്യം എന്താണ്? അങ്ങനെ എന്താണ് പറയേണ്ട കാര്യം എന്താണ്? അതിന്റെ കാരണം എന്താണ്? എന്താ കാരണം? എന്താ 6ാം ക്ലാസ്സിൽ ഒറ്റ വർഷം കൊണ്ട് ജയിക്കേണ്ട എന്നെ തോപ്പിച്ച് 3 വർഷം 6ാം ക്ലാസ്സിൽ സാറ് ഇരുത്തിയ. അപ്പൊ അതുകൊണ്ട് ഈ 1 മാസം കൊണ്ട് തീരേണ്ട പണി 6 മാസം കൊണ്ടേ ഞാൻ തീർക്കുന്നുള്ളൂ. രാജേന്ദ്ര, അത് പഴയ സിനിമയില്. നല്ലൊരു ഐഡിയ, നല്ല സ്കിറ്റാണ് അല്ലേ? നല്ല സ്കിറ്റ് ആയിരുന്നു. നിങ്ങളെ ഇടയ്ക്ക് മറ്റേ സാധനം കയറ്റിയിട്ട് അത്ര സുഖമായില്ല. നസീർ സംക്രാന്തിയുടെ സാധനം. അപ്പോഴേ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിനാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചേട്ടാ. അതായിരുന്നു ഏറ്റവും നല്ല കൗണ്ടർ കേട്ടോ. അതാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് സൂചിക്കാൻ. ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. കാര്യം ക്ലാസ് റൂമിൽ ഇത് ആദ്യമാണ് കേട്ടോ. ക്ലാസ് റൂമിൽ അവിടുത്തെ ബെഞ്ചും ഡെസ്കും ഒക്കെ പണിയാൻ വരുന്ന ഒരു മേശരി വരുന്നു. അവിടെ പഴയ കൂടത്തിൽ പഠിച്ച ഒരു ടീച്ചറെ കണ്ടുമുട്ടുന്നു. അവിടുത്തെ അധ്യാപകന് നല്ലൊരു സബ്ജക്റ്റായിരുന്നു. അത്യാവശ്യം ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചിരി കുറവാണെങ്കിൽ പോലും എനർജിക്ക് യാതൊരു കുറവില്ലാത്തൊരു ടീമാണ് നിങ്ങൾ. അത്ര പവറിലാണ് നിങ്ങൾ കളിച്ചു പോകുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടു കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വന്ന് അന്ന് തൊട്ട് ഇന്ന് വരെയും നിങ്ങൾ ആ കീപ്പ് ചെയ്യേണ്ട രീതി, നമ്മുടെ വേദിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾ നമുക്ക് വേണ്ടി തരുന്നുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. തമാശയുടെ ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം. കാര്യം നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഇവിടെ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ബില്ലിംഗ് ആണ് നിങ്ങൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു. മാത്രമല്ല നല്ല ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പഴയത് എന്ന് പറയുന്ന സ്കൂൾ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യവും ഉത്തരവും പറയുന്ന സാധനം നിങ്ങൾ വേറൊരു സ്റ്റൈലിൽ അവതരിപ്പിച്ചു. മകനെക്കുറിച്ച് പറഞ്ഞ മകൻ വരാതെ തന്നെ കൗണ്ടറുകൾ അതിനകത്ത് കൊണ്ടുവരികയും ചെയ്തു. അതൊക്കെ നിങ്ങളുടെ നല്ല ബ്രില്യൻസ് ആയിരുന്നു. പിന്നെ ഈ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പിരിഞ്ഞു കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇവരെ കണ്ടുമുട്ടുന്നു. അതൊക്കെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്നതാണ്. ഓർമ്മയിൽ വന്നു, ഇങ്ങനെ പഴയ കലാലയ ജീവിതമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നു. ഇത് കാണുന്ന പലവർക്കും അത് ഓർമ്മ വരുമെന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരുപാട് ആളുകളെ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഈ സ്കിറ്റിൻ്റെ മറ്റൊന്ന്. ആവശ്യത്തിന് നന്നായിട്ട് സ്കിറ്റുകളുടെ ഇടയിൽ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നല്ല ഫാസ്റ്റായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. വെറൈറ്റി തീമായിരുന്നു.
എന്തുകൊണ്ടും നല്ല കൗണ്ടറായിരുന്നു കേട്ടോ, നന്നായിരുന്നു. പിന്നെ നസീർ സംക്രാന്തിയുടെ പേര് പറഞ്ഞതിന് പ്രത്യേകമായി അതെ, ടെൻഷൻ അടിക്കണ്ട, വന്നോളൂ. ഇന്നല്ലേ നാളെ കിട്ടും. അങ്ങനെയുള്ള കൗണ്ടറുകൾ വേണം കൂടുതൽ ഇടാനായിട്ട്. താങ്ക് യു മണിക്കുട്ട. നൈസ് പെർഫോമൻസ് ആയിരുന്നു, നൈസ് സ്കിറ്റായിരുന്നു. അതായത് വെൽ ബാലൻസ്ഡ്, കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ ഹ്യൂമറും കറക്റ്റായിട്ട് സ്ഥലങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രീതികളും, അങ്ങനെ ഒരു ക്ലാസ് റൂം നമുക്ക് കാണാൻ സാധിച്ചു. അതിനൊരു പ്രത്യേക അപ്രീസിയേഷൻ കൈയടി വന്നേ പറ്റും. നസീർക്ക പറഞ്ഞ പോലെ ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് നിങ്ങളുടെ സ്കിറ്റിൽ എപ്പോഴും ഒരു ബാലൻസിങ് ഉണ്ടാവും. നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ചെറുപ്പകാലം, എൻ്റെ ചെറുപ്പകാലം അല്ല ഇപ്പോഴും ഞാൻ അപ്പൊ ആദ്യം ജാമ്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞിട്ടാ പിന്നെ ആലോചിച്ചത് എനിക്ക് വള്ളിയാവുമല്ലോ. നാവ് കള്ളം പറയില്ല എന്നാണല്ലോ പറയുന്നത്. പുള്ളി ആദ്യം സത്യം പറഞ്ഞു. ഇത് റിട്ടയർ അധ്യാപകനായിരുന്നെങ്കിൽ പ്രസാദിന്റെ പേര് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ മനപ്രയാസം സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഞാനും ഇതേപോലെ വാക്യത്തിൽ പ്രയോഗിക്കാനായിട്ട് ഇങ്ങനെയുള്ള വാക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മനപ്രയാസം അതെനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ്, എക്സലൻറ്റ് ക്ലൈമാക്സ്. ഈ പറയുന്ന പോലെ നമുക്ക് വേറെ ഒരിടത്തുകൊണ്ട് നിങ്ങൾ എന്നെ എത്ര വർഷം ഇരുത്തി പഠിപ്പിച്ചില്ലേ, ഇനിയിപ്പോൾ ഞാൻ പണി വന്നപ്പോൾ അത് നല്ലൊരു തോട്ട് പ്രോസസ് ആയിരുന്നു. ഗംഭീരം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ആരാണ് ആദ്യം പൈസ ആയിരുന്നു തുടങ്ങുന്നത്? ഞാൻ തരാം. എനിക്ക് ഈ പറയുന്ന പോലെ ബിജുഭായ്, നമ്മുടെ ക്ലാസ്സിലെ ഏത് ടീച്ചറിനേക്ക് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഈ വേഷം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടിരുന്നത്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ ഏൽപ്പിക്കുന്നത്. അതെ, ഞാൻ രാവിലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിന്നപ്പം ബിജുബായ് എല്ലാം നടക്കുന്നു. ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നോട് പറഞ്ഞായിരുന്നത് എന്താ കുട്ടി ഇവിടെ നിന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ എത്ര രൂപ? ഞാൻ 14,000 രൂപ. 14,000 രൂപ. നസീർക്കാണോ? ഞാനൊരു 15,000 രൂപ. അപ്പൊ 29,000 രൂപയുണ്ട് രണ്ടുപേരുടെ. പ്രസാദേട്ടാ, ഞാൻ നസീറിന്റെ ഡയലോഗ് പറഞ്ഞതും കൂടി ചേർത്തങ്ങ് തരിക. ടോട്ടൽ 60,000 രൂപ. നല്ല എമൗണ്ടാണ്. അപ്പൊ ഉഷാറായിട്ട് നമുക്ക് അടുത്ത ഇതില് ഇതും വെടിക്കെട്ടായിട്ടുള്ള ഐറ്റമായിട്ട് കാണാം ടീച്ചറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് ടീം റെഡി ആയിട്ട് ഇപ്പൊ ഉണ്ട്. വിളിക്കാം. കൊച്ചു പ്രതിവേട്ടനുണ്ട്, ദീപ്തി ഉണ്ട്, കൂടെ സഹിച്ചേട്ടനുണ്ട്. ഒരു കൈയടിയാവാം. ഗോപാംഗനേ ഗോപാംഗനേ ആത്മാവിലേ ആത്മാവിലേ സ്വരമുരളിയിലൊഴുകും സ്വരമുരളിയിലൊഴുകും നിസ നിസ സഗമപനി സഗ സഗമപനി സഗ മഗനി സപനി മപഗമപനി സനി പമഗമപമഗ പമഗ സനി സപനി സമഗ. ഞാൻ കഞ്ഞെടുത്തിട്ട് വരാച്ച. കഞ്ഞെടുത്തിട്ട് വരാം. സ്വരങ്ങൾ സ്ഥിരം പഠിപ്പിക്കുമ്പോ സ്ഥിരം പരിപാടിയാണ്. അടിച്ച് കൊന്നാ ഞാൻ. ഈ ലോകം മുഴുവൻ അറിയുന്ന ഒരു സംഗീതജ്ഞനാണ് ഞാൻ. അത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാതിരാത്രി ഉറക്കമില്ലാതെ നടന്ന് കച്ചേരി നടത്തുന്നു എന്റെ മോള. അവള് പറഞ്ഞു കേട്ടോ, ഗതയാണെന്ന്. ഇത് ഗതയല്ല, തമ്പുരാന്നൊക്കെ എനിക്കറിയാം. അച്ഛൻ ഇതെടുത്ത് കുടിച്ചോ. ഇങ്ങനെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഗതയായിട്ട് തോന്നി, അതുകൊണ്ടാ. സംഭവം തമ്പുരാനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നൈസായിട്ട് ഇവളെന്നെ ഒന്ന് ട്രോളി. സംഗീതത്തെ കുറിച്ച് എന്തറിയാൻ മതി? എനിക്ക് നന്നായിട്ട് പാട്ട് പാടാറിയാം. അയ്യോ, സംഗീതം എന്ന് പറഞ്ഞാൽ അനന്റെ സാഗരമാണ്. അത്രയും എനിക്കറിയാം. പാടുമ്പോ അത് സുനാമിയും പ്രളയവുമാണ്. നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇന്നലെ കച്ചേരിക്ക് നീ എന്റെ കൂട്ടത്ത് വന്നായിരുന്നു. എന്തിനാ അച്ഛനെ കൂടി ഞാൻ കച്ചേരിക്ക് വന്നിട്ട്? അച്ഛൻ്റെ അവിടെ കച്ചേരിക്ക് പോയി നമ്മൾ അവിടെ നിരന്ന് പുറകിലിരിക്കും. കൂടെ ഇരിക്കുന്ന എല്ലാ പക്കമേലക്കാരുടെ വായിൽ അച്ഛൻ ഇങ്ങനെ സെല്ലോ ടൈപ്പ് ചൊട്ടിക്കും. ഞാൻ വരൂല, എന്റെ ലിഫ്റ്റിക്കൊന്നും കാണൂല. കണക്കായിപ്പോയി. അതിന് കാരണമുണ്ട്. നീ ഭരത സിനിമ ഉണ്ടായിരുന്നു. ഭരത സിനിമയിൽ നെടുമുടി വേണു സാർ ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ നൈസായിട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ചെറിയ ഒരു അബദ്ധം പറ്റി പുള്ളിക്ക്. ബേക്കിയിരുന്ന മോഹൻലാൽ തമ്പുരു വായിച്ചോണ്ടിരുന്ന പുള്ളി കയറി അങ്ങ് പാടി. ആ കിടുക്കാറ്റ് പാടി. അങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ അങ്ങനെ നൈസിലെ ഹീറോ ആകണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എല്ലാരെ വായിലും ഞാൻ ടാപ്പ് പൊട്ടിക്കും. പ്രാക്ടീസോ? കീർത്തനം അത് പറഞ്ഞു. ആദ്യം ഏത് കീർത്തനം ഇളക്കാൻ പോണ?
എന്താന്ന്? ഏത് കീർത്തനം അലക്കാൻ പോണം? അലക്കാൻ പോണേ. ഇതെന്ത് ഭാഷയടി? എടി, സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായിട്ടൊരു കലയാണ്. നീ ഇനിയെങ്കിലും അത് മക്കളെ മനസ്സിലാക്കണം. ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ? അലക്കുക, തേക്കുക, ചില്ലാക്കുക, പുളിക്കുക, തകർക്കുക, വൈബാക്കുക. ദൈവമേ, ഇതൊക്കെ എന്തോന്ന് വാക്ക്! അതൊക്കെ എന്റെ കൂട്ടുകാര് ട്രെൻഡായിട്ട് പഠിപ്പിച്ചു തന്നാണ്. ഇനി മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഈ വീട്ടിൽ മിണ്ടിപ്പോവരുത്. ഇല്ല. നമുക്ക് എന്താ വേണ്ട? കീർത്തനം. നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് കീർത്തനം ശ്രീകണ്ഠന വെച്ചങ്ങ് കീച്ചാലോ? അല്ല, തകർത്താലോ? പിന്നെ പൊളിച്ചാലോ? അടിച്ച് തകർത്താലോ? തള്ളി വെച്ചാലോ? എന്റെ വായി രീതി എന്നെ വരണല്ലേ ഈശ്വരാ. നീ കാരണമാണ്, എല്ലാം നീ കാരണമാണ്. നീ ഇനി ഇവിടെ കിടന്ന് ഇതേപോലത്തെ കാണിച്ച റോഡേ പോകുന്ന ഏതെങ്കിലും വഴി പോക്കന് നിന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. തമ്പുരു എടുത്ത് ശ്രുതിയിട്. എല്ലാം നശിപ്പിക്കും നശിപ്പിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, കറക്റ്റായിട്ട് സ്വരങ്ങളാണേ, പഠിച്ചോളണേ. ഓക്കെ. മാപ്പ ദ സ സാരി രേ സാ ദ പ മാപ്പ രേ മാപ്പ ദ മാപ്പ ദ പ മ ഗരി സ സരി മ ഗരി സരി ഗരി സ. കാപ്പി മതി. സ്വരങ്ങൾ പറയുമ്പോ നിനക്ക് കാപ്പി, ചായ, ചോറ്, ഇതിനും മാത്രം വിശപ്പ് എവിടെ കിടക്കണേ നിനക്ക്? പിന്നെ കാപ്പി രാഗമാണോ നീ ഉദ്ദേശിച്ചത്? കാപ്പി രാഗമാണോ? നിന്നെ ഞാൻ ഇന്ന്. ഹലോ, എന്തായി? നേരമായിട്ടോടെ വെയിറ്റ് ചെയ്യുന്ന എന്തായി? ആരാ മനസ്സിലായില്ല? ഒരു വഴിപോക്കനാണ്. അതിന് നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയാണെങ്കിൽ ഒരു വഴിപോക്കനെ കെട്ടിച്ചു കൊടുക്കൂന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ നിക്കണോ പോണോ എന്തായി ഒരു തീരുമാനം പറഞ്ഞായിരുന്നു. വീട്ടിനകത്തിരുന്ന് പോലും ഒരു വക പറയാൻ സമ്മതിക്കൂല. എറിഞ്ഞു വന്നോളാം, പോടാ. അപ്പൊ അതും പോയി. കഷ്ടം നോക്കിയേ. ഞാനേ ഇവിടെ ഇരുന്ന് ശരിക്കും പ്രാക്ടീസ് ചെയ്യാം. അച്ഛൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് മുഴുവനും കറക്റ്റ് ആയിട്ട് പാടിക്കേപ്പിക്കും. എല്ലാ സ്വരവും തെറ്റാതെ ഞാൻ പാടിക്കേപ്പിക്കും. ഓക്കെ, അങ്ങനെ നല്ല കുട്ടിയായിരിക്കും കുട്ടി. ഓക്കെ, നിന്റെ താഴെ വേറെ 3 പെൺകുട്ടികളാണ്. ഒരു അച്ഛന്റെ അവസ്ഥ ദൈവമേ ഒന്നേ ഇങ്ങനെ. ഇനി ഏത് വാക്കെടുക്കോ? ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. പിന്നെ എന്റെ പട്ടി പഠിക്കും. നല്ലോണം പാട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ കൂടെ കച്ചേരിക്ക് പോയിട്ട് ഈ തമ്പുരുമിട്ടിരിക്കണം. പാട്ട് പഠിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെക്കനെ കെട്ടി അടിച്ചു കൊടുത്ത് ഹലോ, ഇവിടെ ആരുമില്ലേ? കുറച്ചു മുമ്പ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വഴിയിൽ നിന്ന് വഴിപോക്ക ചേട്ടനല്ലേ? ആ ചേട്ടനല്ല, ഇത് വേറൊരു ചേട്ടൻ. ആരാ? അല്ല, ഇവിടുത്തെ കടയിലേക്ക് മിക്സി നന്നാക്കാൻ വേണ്ടി ആളെ വരുന്നു പറഞ്ഞില്ലായിരുന്നു? അയ്യോ, മിക്സി എന്റെ ദൈവമേ, കാലത്തൊട്ട് അച്ഛൻ ചേട്ടനെ കാത്തിരിക്കണ്ടേ. മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്, കറണ്ടിന് വയറെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് പ്രീതി. പ്രീതി മിക്സിയുടെ പേരല്ലേ വെച്ചേ? കൊച്ചിന്റെ പേരെന്താന്ന്? എന്റെ പേര് സുജാത. ദൈവമേ, അതും മിക്സിയുടെ പേര്. അതെ, ചാറെടുത്തിട്ടില്ല, ഞാൻ ചാറെടുത്തോണ്ട് ഓടി വരാം. ഞാൻ എടുത്തോണ്ട് പോവാ. എന്റെ ദൈവമേ, ഹായ് തവല. അയ്യോ, എങ്ങനെയാ പിള്ള ഇതിന്റെ പരിപാടി? ഇതിന് മേളിൽ തമാശക്കെടുത്താ എന്ത് തമാശക്ക്? ഇയാളിവിടെ എന്തിനു വന്നതാ? അല്ല, എനിക്ക് അറിയാണ്ട് ഒരു തെറ്റ് പറ്റി. അല്ല, എന്റെ കയ്യിൽ ഒരു അബദ്ധം പറ്റി. ഇതെന്താന്നറിയാവോ? ദൈവദത്തമായ ഒരു കലയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സംഗീതോപകരണമാണ് തമ്പുരു. ഇതിലൊരു സത്യമുണ്ട്, അത് ഇയാൾക്ക് അറിയാവോ? ഇയാൾ ആരോട് വെച്ചിട്ടാണ് ഇതിൽ തൊട്ടത്? അതൊന്ന് ക്ഷമിക്കും, എനിക്ക് അറിയാണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയതാ. എടോ, ഇയാൾ ഈ ജന്മം മുഴുവൻ തലയും കുത്തി നിന്നാലും ഈ തമ്പുരുവിൽ ശ്രുതി മീട്ടിട്ട് ലയവും താളവും തെറ്റാതെ ഇവിടെ ഇരുന്ന് ശ്രുതി മീട്ടാൻ തനിക്ക് പറ്റില്ല. ഇയാൾ ഇവിടെ മിക്സി നന്നാക്കണ്ട, ഒരു കുന്തം നന്നാക്കണമെന്ന് പോയടോ അവിടുന്ന്.
അവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിൽ അരുണോദയം. ഹരിമുരളീരവത്തിന്റെ ഹമ്മിങ്ങും പാട്ടിലൂടെ പാടും. സോറി ഞാനേ എനിക്ക് ഈ പാട്ട് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, ശാസ്ത്രീയമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. സോറി. പഠിച്ചിട്ടില്ലേ? ഇല്ലെന്നേ. ശോ, പഠിക്കാതെ ചേട്ടൻ ഇത്രയും സ്വരസ്ഥാനമൊക്കെ തെറ്റാതെ ശ്രുതിയും താളവും ലയവും എല്ലാം ചേർത്ത് എങ്ങനെ പാടണേ? പഠിക്കാതെ എങ്ങനെ? അപ്പൊ നന്നായി അഭ്യസിച്ചു കഴിഞ്ഞാൽ ചേട്ടന് നന്നായിട്ട് പാടാൻ പറ്റും. ഇന്ന് മൊത്തത്തിൽ ഞാൻ ഫ്രീ ആണ്. ഇവിടെ വേറെ ആരും ഇല്ലെങ്കിൽ കുറച്ച് അഭ്യാസം എന്നെ കൂടെ പഠിപ്പിക്കുന്നേ. ചേട്ടൻ നല്ലൊരു അഭ്യാസം എനിക്ക് കണ്ടോ മനസ്സിലായി. പിന്നെ ചേട്ടാ വേറൊരു കാര്യമുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞേക്കണ എന്താണെന്നറിയാവോ? നല്ലൊരു സംഗീതം അറിയാവുന്ന സംഗീതജ്ഞനെ കൊണ്ട് എന്നെ കെട്ടിച്ചു കൊടുക്കോളൂന്നാ പറഞ്ഞേക്കണത്. അപ്പൊ ആ പ്രതീക്ഷയും പോയി. പ്രതീക്ഷ പോയിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞ ചേട്ടൻ ആദ്യം ഇവിടെ കണ്ടില്ലേ, അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാ ഞാനിനി ആരോടും പറയാത്തൊരു സത്യം പറയട്ടെ. എന്താ ചേട്ടാ? ഞാൻ MK ആണ്. MK യാ എന്ന് പറഞ്ഞ മുട്ടി നിൽക്കുവാന്ന് കെട്ടാൻ. പിന്നെ ചേട്ടൻ അച്ഛൻ ചോദിക്കണെങ്കിലേ മറ്റേ സോമനാഥ ഗുരുക്കളെന്ന് കേട്ടിട്ടുണ്ടാ? സോമനാഥ ഗുരുക്കളുടെ ശിഷ്യനാന്ന് പറയണം, അല്ലെങ്കിൽ അച്ഛൻ സമ്മതിക്കൂല. അത് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ചേട്ടന് സംഗീതം നന്നായിട്ട് അറിയാം, കർണാടകയും എല്ലാം അറിയാന്ന് പറയണോട്ടാ. എല്ലാം ഞാൻ അരച്ചു കളി കുടിച്ചേക്കണെന്ന് പറയാം. കർണാടക ഇല്ല, കർണാട്ടിക്. എനിക്കും തെറ്റിപ്പോയി. പിന്നെ ശ്രുതിപ്പെട്ടിയാ ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പാടണേ. ആയിക്കോട്ടെ, പഠിക്ക്. ഇവളെ കെട്ടാൻ വേണ്ടിയിട്ട് സംഗീതം ഞാൻ എല്ലാം ഞാൻ പഠിക്കും. ശ്രുതിപ്പെട്ടി ആട്ടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ പ്രിയ ഗാനങ്ങൾ. അടുത്ത കോള് ആരുടെയാന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ തെക്കേടത്ത് മനയിലെ മാധവ ഭാഗവതരാണ്. ഹലോ, ഭാഗവതർ എവിടുന്നാ വിളിക്കുന്നേ? ബാത്റൂമിന്ന്. അല്ല, എന്താ, ഏത് ഗാനമാണ് വേണ്ടത്? പക്ഷേ എനിക്ക് ഗാനം ഒന്നും വേണ്ട. പിന്നെ ഞാൻ വിളിച്ചിട്ട് അവള് കേൾക്കുന്നുമില്ല, ഫോണും എടുക്കുന്നില്ല. എനിക്കറിയാം 24 മണിക്കൂർ റേഡിയോയുടെ അടുത്തായിരിക്കും അവള്. ആര്? എന്റെ മോള്. അതുകൊണ്ട് അവളുടെ അടുത്ത് പറ, വെള്ളം തീർന്നു, മോട്ടർ ഒന്ന് ഓൺ ചെയ്യാൻ. ഞാനേ മോട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്തിട്ട് വരാം. എന്തായാലും വന്നിരിക്കണോ സൂപ്പർ. ഞാൻ ഇവളെ വളച്ച കുപ്പിയിലാക്കി കഴിഞ്ഞ ഇനിയുള്ള കാലം എനിക്ക് പാട്ട് കേട്ട് സുഖേച്ഛ ജീവിക്കാം. എന്തായാലും വന്ന കാര്യം നടക്കട്ടെ. താഴ്ത്തിപ്പാടാതെ ഒക്കെ പാടേ. മോളെ, ഇത്രയും കാലം ഞാൻ ഇവന് വേണ്ടിട്ടാ കാത്തിരുന്നത്. ഇങ്ങനെ സ്വരം തെറ്റാതെ പക്കാ ശ്രുതിയായിട്ട് കറക്റ്റ് പിച്ചിന് സംഗതിയൊന്നും ഔട്ടാവാതെ പാടുന്ന ഒരേ ചെക്കനെ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കറക്റ്റായിട്ട് പാടി. ആരാ ഈ കുട്ടി? അച്ഛനെ മിക്സി നന്നാക്കാൻ ആള് വേണമെന്ന് കടയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായില്ലേ? മിക്സി നന്നാക്കാൻ വന്ന ചേട്ടനാ. ആണോ? മിക്സി നന്നാക്കാൻ വന്ന ആൾ ഇങ്ങനെ പാടുകയാണെങ്കിൽ സംഗീതം പഠിച്ചിരുന്നെങ്കിൽ എങ്ങനെ പാടുമായിരുന്നു? മിക്സി മാത്രമേ നന്നാക്കുള്ളൂ? മിക്സി മാത്രല്ല, ഞാൻ ഫാൻ നന്നാക്കും, AC നന്നാക്കും, ഫ്രിഡ്ജ് നന്നാക്കും, എല്ലാ പണിയും എനിക്കറിയാം. എന്തായാലും വൈകുന്നേരമാകുമ്പത്തേക്ക് 14,000 രൂപ ഞാൻ ഉണ്ടാക്കും. ആണല്ലേ? ഇതിന്റെ ഗ്യാപ്പ് അങ്ങനെ കിട്ടാറില്ല. ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ അതിനിടയ്ക്ക് സംഗീതം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചേട്ടൻ പാട്ടിന് പാട്ടും പാടും, നന്നായിട്ട് മിക്സി ശരിയാക്കും. പാട്ടിന് പാട്ടുമായി, ഡെയിലി ചമ്മന്തിക്ക് ചമ്മന്തിയുമായി. എന്താ കുഴപ്പമെന്താ? ആ ചേട്ടനെ കൊണ്ട് എന്നെ കെട്ടിക്കും. ആ ചേട്ടനെ കൊണ്ട് എന്നെ കെട്ടിക്കും. ആ ചേട്ടനെ എന്നെ ഇഷ്ടമാണ്. നീ എന്തോന്നാണ് ഈ പറയുന്നത്? ഇന്ന് രാവിലെ വണ്ട ഒരു ചെറുക്കനെ എത്ര മിനിറ്റ് ആയി നീ കണ്ടിട്ട്? അല്ലെങ്കിൽ എത്ര മണിക്കൂറായി? ഇവനെ ഇപ്പൊ കെട്ടിച്ചേരാന്ന് വിചാരിച്ചാ ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കാലം തപസിരുന്നത്? നല്ല സംഗീതം അറിയാന്നുള്ള ഒരാളെ കൊണ്ട് മാത്രമേ നിന്നെ ഞാൻ കെട്ടിക്കുള്ളൂ. അതിനകത്തൊരു മാറ്റവും ഇല്ല. അച്ഛാ, ഇത് മിക്സി നന്നാക്കാമെന്ന ആളാന്നോട്ടല്ലേ അച്ഛൻ ഈ പുച്ഛം കാണിക്കണത്? ഇങ്ങോട്ട് നോക്കേ, സല്ലാപ് സിനിമയിൽ ദിലീപേട്ടൻ മരപ്പണിക്കാരനായിട്ട് വന്ന പാട്ടുകാരനല്ലേ? ഇത് അതുപോലത്തെ ഒരു ദിലീപേട്ടനാ. സല്ലാപം ദിലിമേലെ മരപ്പണിക്ക് വന്ന ദിലീപാ? പിന്നെ എന്നെ വിചാരിച്ചേ സല്ലാപം സിനിമയിലെ മരപ്പണിക്ക് വന്ന ദിലീപേട്ടൻ കൊണ്ടുവന്ന കൊട്ടോടിയാന്ന് വിചാരിച്ചോ? പരസിക്കരുത് മക്കളെ.
നിന്നെ പഠിപ്പിക്കുന്ന ഗുരുവാരാ? സോമനാഥ ഗുരു. സോമനാഥ ഗുരുക്കള്. അതെ. നമ്മളെല്ലാരും ആരാധിക്കുന്ന സോമനാഥ ഗുരുക്കളാണോ നിന്റെയും ഗുരു? അതെ അച്ഛാ, അതെ. മക്കളെ, നിന്റെ സെലക്ഷൻ കൊള്ളാം, തെറ്റിയിട്ടില്ല. ഇവ സോമനാഥ ഗുരുക്കളുടെ ശിഷ്യനാണെങ്കിൽ ഭാവിയിൽ ഇവ എന്നെ പോലെ വലിയ ഒരു സംഗീതജ്ഞനാവും. വേണ്ട അച്ഛാ, അച്ഛനാണ് ഏറ്റവും വലിയ എന്തൊരു വിനയം, എന്തൊരു വിനയം. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇതങ്ങ് തീരുമാനിച്ചു. ഉറപ്പിച്ചാ? ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഉറപ്പിക്കൽ മാത്രം, വാക്ക് തിരക്കം മാത്രമാണെന്ന് കരുതിയാൽ മതി. പിന്നീട് വീട്ടിൽ വന്ന് നമ്മൾ ഇത് നല്ല രീതിയിൽ ഉറപ്പിക്കും. ഓക്കേ? അടിപൊളി. അച്ഛാ, ഞാൻ ചേട്ടനെ നമ്മുടെ വീടും പറമ്പൊക്കെ ഒന്ന് ചുറ്റിടന്ന് കാണിച്ചു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ. സോമനാഥ ഗുരുക്കളുടെ ശിഷ്യനാന്ന് പറഞ്ഞില്ലേ, കാണായിരുന്നു കാലവാരി എടുത്ത തോട്ടിലോട്ട് എറിഞ്ഞാനെ. ആ സോമനാഥ ഗുരുവിന്റെ പേര് പറയുമ്പോ സോമനായത് നിന്റെ അച്ഛനല്ലടി കള്ളി. ദൈവമേ, അതങ്ങനെ ഒരച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ കൊണ്ടാ. ഇവക്ക് താഴെ ഇനിയും 3 മക്കളുണ്ട്. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇവന് സംഗീതത്തിലൊന്നും വലിയതൊന്നുമില്ല, അവിടെ ഇവിടെ എന്തോ ഒരു ചെറിയ സംഭവം. പിന്നെ അവ അല്ലറ ചില്ലറ വേറെ കുറച്ച് പണിക്ക് പോയിട്ട് 10,000-3,500 രൂപ ഉണ്ടാക്കുന്നുണ്ട്. സംഗീതത്തിൽ മാത്രം പിടിച്ചോണ്ടിരുന്ന എന്നെ പോലെ ഇങ്ങനെയാവും. അവളെ കാര്യത്തിൽ സേഫായി. പിന്നെ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയും കാര്യങ്ങളെ പറ്റി നോക്കുമ്പോ നമ്മളെ ഇഷ്ടത്തെക്കാളും നമ്മളെ മക്കളുടെ ഇഷ്ടത്തിനേക്ക് വേണ്ടിയിട്ട് അങ്ങ് മാറിക്കൊടുക്കുക, അതാണ് നല്ലത്. എന്താ പറഞ്ഞത്? അതെ പറഞ്ഞതേ. ഗുരുക്കളുടെ ടീമിന് ഒരു വലിയ കൈയടി. ഇപ്പൊ പുതിയ ട്രെൻഡാണ് തളപതി കച്ചേരി. അത് പറയുന്ന പോലെ ഇത് സജി മങ്ങോട് കച്ചേരി. ഗംഭീരമായിരുന്നു. ഒരു മ്യൂസിക് കേൾക്കുന്ന പോലെ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളൊന്ന് രസിപ്പിക്കുക, ഇടയ്ക്കൊന്ന് ആലോചിക്കുക. ഈ ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ വളരെ രസകരമായിട്ട് 3 പേരും കൂടെ പ്ലേ ചെയ്തു. ഇതിൽ ഈ പറയുന്ന പോലെ കൊച്ചുപ്രതി ചേട്ടൻ വന്നു കഴിഞ്ഞപ്പം അതിനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയി. അതിൽ ഗംഭീരമായിട്ടുള്ള 2 ഇതായിരുന്നു. ഒന്ന് 6-ാം തമ്പുരാനുള്ള സീന് റീക്രിയേറ്റ് ചെയ്തത്, എന്നിട്ട് ആ സോങ് മറ്റേ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത്. അതും പിന്നെ കറണ്ട് അടി വന്നിട്ട് സഹിച്ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന രീതിയുണ്ട്. എന്നിട്ട് ഇത് സംഭവം ഇതൊന്നുമല്ല, ഇത് സഹിച്ചേട്ടൻ്റെ കച്ചേരി, സഹിച്ചേട്ടൻ്റെ പ്ലാനായിരുന്നു എന്ന് കാണിക്കുന്ന അതിലോട്ട് ക്ലൈമാക്സ് കൊണ്ട് എത്തിച്ചതും ഗംഭീരമായിരുന്നു. എന്തായാലും ഞാൻ നന്നായി എൻജോയ് ചെയ്തു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. നല്ല ഒരു ലോജിക് ഉള്ള ഒരു സ്കിറ്റാണിത്. കാരണം എന്ന് വെച്ചാൽ പ്രദീപിന് അത്യാവശ്യം പാടാൻ അറിയാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രദീപിൻ്റെ പാടാനുള്ള കഴിവ് ഇതിനകത്ത് കൊണ്ടുവന്ന കറക്റ്റ് പോർഷനിൽ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് നമ്പർ 1. എന്നാൽ പ്രദീപ് അത്ര വലിയ പാട്ടുകാരനാണോ? അല്ല. അപ്പം അത് പുള്ളി പറയുന്നുണ്ട് അവസാനം, പുള്ളി അത്ര വലിയ പാട്ടുകാരനല്ല, എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ സമ്മതിക്കാൻ കാര്യം, ഇന്നത്തെ ഈ സ്വർണ്ണവിലയൊക്കെ കൂടിയ കാരണം മക്കളുടെ ഇഷ്ടത്തിന് നമ്മളങ്ങ് വഴിമാറിയേക്കാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപ്തിക്ക് ആ കർണാടകം എന്നുള്ളത് തെറ്റിപ്പോയതാണോ? തീർച്ചയായിട്ടും അത് കാര്യം അവിടെ ആ ബാക്കിലത്തെ പിന്നെ ഗ്രാമഫോൺ വീണ സമയത്തല്ലേ അത് താഴെ വീണു, അത് കൃത്യമായിട്ട് എടുത്ത് വെച്ചു. അതുപോലെ തന്നെ തമ്പുരു വീണു, ആ തമ്പുരു എടുത്ത് കൃത്യം വെച്ചു. അതുപോലെ കർണാടകം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ വിചാരിച്ചു ഇത് അത്ര അബദ്ധം കാണിക്കണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി തന്നെ അത് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ അതാണ് കലക്കിയത് കേട്ടോ. ആ അവസരോചിതമായിട്ട് അവിടെ വെച്ച് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സംഗതി തെറ്റില്ലാത്തൊരു സ്കിറ്റാണ്. കുറച്ചുകൂടെ കൗണ്ടറൊക്കെ എടുക്കാം. ഏതായാലും ആ ബാത്റൂമിൽ നിന്നുള്ള ഫോൺ വിളി ഒട്ടിച്ചിരിച്ചു പോയ സാധനമാണ്. കാരണം വെച്ചാൽ മോട്ടർ ഇടണമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ സംഭവം അത് ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിട്ടുണ്ട് ഏട്ടാ. തരക്കേടില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തൊരു നല്ല സാധനം പറഞ്ഞാൽ അത് അങ്ങനെ കൊണ്ട് ക്ലിക്കായില്ല എന്ന് തോന്നുന്നു. അത് ആ ഭരതം സിനിമയിലെ ലാലേട്ടൻ്റെ ചേട്ടൻ അവസരം പാടുമ്പോൾ കയറി പാടി അവിടെ ക്ലിക്കാകുന്നത്. അതിന് ഇതിൽ ചെയ്തിരിക്കുന്നത് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ആരും കയറി പാടി ഇതിനെ ഷൈൻ ചെയ്യണ്ടല്ലോ എന്ന് വെച്ച്. അതൊക്കെ ഒരു നല്ല അന്വേഷണമാണ്. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ആരും. കുഴപ്പമില്ലായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ കുറേയും കൂടെ തമാശ ഉണ്ടായിരുന്നു, നന്നായിരുന്നേനെ. അത്യാവശ്യം ചിരിക്കാനുള്ള ഉണ്ടായിരുന്നു, പക്ഷെ കുറേ കൂടി ആകാമായിരുന്നു. കുറേ ആയി നിങ്ങൾ നല്ലവണ്ണം ചിരി തന്നിട്ട്, അതുകൊണ്ട് പറയുന്ന സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്ന. ഇതിൽ അത്യാവശ്യം ചിരി ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ചിരി വരാം ആഗ്രഹം കൊണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ വേറെ ത്രെഡായിരുന്നു. അപ്പോൾ ശശാങ്കനാണ് ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചത്. ഒരു പ്രത്യേക കൈയടി. നല്ല നമ്മളെക്കാളും ടെൻഷൻ ശശാങ്കനായിരുന്നു ശരിയാക്കി എടുക്കാൻ. കണ്ടന്റും
ഫുള്ള് സംഭവം ശശാങ്കേട്ടൻ്റെ തീർന്നതിന് മുമ്പുള്ള നമ്മുടെ ടെൻഷൻ എന്ന് അവസാനിക്കുന്നോ അന്ന് നമ്മുടെ കല തീർന്നു എന്നാണ്. അതെ, എന്നും ടെൻഷൻ വേണം പരിപാടി കയറുന്നതിന് മുമ്പ്. എനിക്ക് ഇപ്പോഴും ടെൻഷൻ ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ദൈവം സഹായിച്ച് ഇപ്പോഴും പ്രോഗ്രാം നിർത്തുന്നത്. അതാ ശശാങ്കൻ്റെ ആ ടെൻഷൻ ഇല്ലേ, അതാണ് ശശാങ്കൻ്റെ വിജയം. അതെ. എന്നാ പിന്നെ മാർക്ക് കഴിച്ചാലോ? മാർക്ക് കഴിച്ച പൈസ തരാനാണ് എനിക്ക് ടെൻഷൻ. ആരാണ് ആദ്യം? ഞാൻ കീച്ച കൊടുക്ക്. ഞാനൊരു 14,000 രൂപ കീച്ച്. 14,000 രൂപ. രണ്ടാമത് ആരാ കൊളുത്തുന്നേ? ഇവിടെ കൊളുത്ത്. ഞാൻ കൊളുത്ത്. ഒരു 13,000 രൂപ കീച്ച്. 27,000 രൂപ ആയിട്ടുണ്ട് രണ്ടുപേരുടെ. ചേട്ടാ വളരെ കെട്ടിക്കാൻ ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഉഷാറായിട്ട് പോട്ടെ. അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് 5 കീച്ചാം. ഓക്കെ, ശരി കേട്ടോ. വേറെ ആളെ ചിന്തിക്കണ പറഞ്ഞ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ സ്കിറ്റ് അല്ല, വൈറൽ അല്ല, പിന്നെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് തരട്ടെ. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചേട്ടനാണ് വരാൻ പോകുന്നത്. അങ്ങ് പാലക്കാട് നിന്നാണ് വരാൻ പോകുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം ബൈജു പാലക്കാട്. അങ്ങ് പാലക്കാട് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം നസീർക്ക. പാലക്കാടല്ല, ഞാൻ തൃശ്ശൂരാണ്. ജനിച്ചു വളർന്ന സ്ഥലം പാലക്കാടാണ്. ഒരു 30 വർഷം അവിടെ ആയിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാം കാര്യങ്ങളിലേക്കൊക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ ഞാൻ ബൈജു പാലക്കാട് എന്നുള്ളൊരു പേര് സുരാജ് വെഞ്ഞാറുമൂടാണ് എനിക്ക് അങ്ങനെ നിർദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഞാനൊരു കുറേ വർഷം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പിന്നെ കൽപ്പന ചേച്ചി അവരുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 32 വർഷമായിട്ട് പ്രോഗ്രാം ഫീൽഡിലാണ്. 32 വർഷമായിട്ട് പ്രോഗ്രാം ഫീൽഡിലാ? അപ്പൊ ഏത് വയസ്സിലാണ് പ്രോഗ്രാം തുടങ്ങിയത്? ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിൽ. ആലോചിക്കുക, ഏജ് കൂട്ടണേട്ടാ. കണക്കാക്കി 49. സൂപ്പർ. പക്ഷെ കുറച്ചു കാലം ഒന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. അതുകൂടെ കൂട്ടണം. അല്ല നസീർക്ക, അത് ഇതിൽ ഉൾപ്പെടുന്ന കാൽക്കുലേറ്റർ ഇല്ല കയ്യില്. അത് കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്. കുറെ കാലം ഞാൻ വിട്ടു നിന്നു. ഒരു തിരിച്ചുവരവ് പറയാം. ഒരു തിരിച്ചുവരവിന് തുടക്കത്തിനും അല്ലേ പറ്റിയ ഒരു വേദിയാണിത്. ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ഓഡിയൻസിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക. ആദ്യം എന്താണ് തരിക എന്ന് വെച്ചാൽ അതങ്ങ് തരിക. ഞാൻ സ്റ്റാർ നാരായണൻകുട്ടി, കലാഭവൻ നാരായണൻകുട്ടി, അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ മുമ്പിലും ഈ വോയിസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് ചെയ്യാം. അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് കേൾക്കാം. എന്റെ പൊന്നമ്മച്ചി, കുന്നോളത്തിന്റെ മാപ്പില്ലെന്ന് കുന്നോളത്തിന്റെ മാപ്പ് ഇല്ലെന്ന്. ഈ ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പാലക്കാടേക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. കുടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ. ഹേയ് ഒക്കെ വേണ്ട. അടിപൊളി. ഇനി ഏറ്റവും ആ സമയത്തൊക്കെ സ്ട്രോങ് ആയിട്ട് ചെയ്തോണ്ടിരുന്ന അന്ന് ഈ മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോഴാണ് ഗുണ എന്ന സിനിമയിലെ ആ ഒരു കൺമണി അൻപോടൊക്കെ. അത് അന്ന് ഗുണ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഞാനത് സ്റ്റേജിൽ ചെയ്തിരുന്നു, മെയിലും ഫീമെയിലും. ഒന്ന് ശ്രമിക്കാം പ്ലീസ്. കൺമണി അൻപോട കാതലൻ நான் எழுதும் லெட்டர் இல்லை கடிதம் இல்லை கடிதாசை வச்சுக்கோ படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டை அழகுப்படுத்திட்டியா? இனி பொன்மனை போட்டுக்கோ. பொன்மனே, உன் வீட்டில் சௌக்கியமா? நான் இங்கே சௌக்கியம். படி. பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கும்போது கவிதை அறிவு மாதிரி கொட்டுது. ஆனால் எழுதன உட்காந்தா அந்த வார்த்தை தான். உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது. அதான் அது எழுத நினைக்கையில் வார்த்தை முட்டுது. அதே தான் பிரமாதம். படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது. அது எழுத நினைக்கையில் வார்த்தை முட்டுது. லாலலா 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 ലാ. അടിപൊളി കലക്കി കളഞ്ഞു. ബൈജുട്ടാ, ഇനി എന്താണ് സ്റ്റേജ് പെർഫോമൻസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ
ആ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് ഇനി നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരു സ്റ്റേജ് ചെയ്ത ഒരാൾക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്, ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ട്. ഞാൻ പിന്നെ ഈ വൺ മാൻ ഷോ അത്യാവശ്യം ചില സമയങ്ങളിൽ പോയി ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ കരോക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ ഫിഗർ ഷോ ചെയ്യും. ദിലീപ് ഏട്ടൻ്റെ ഫിഗറാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ തിരക്കാവും, ബിസിയാകും, ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ആകും. അല്ല, ഞാൻ ഈ പ്രോഗ്രാം സ്ഥിരമായി കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. പഴയതിലും ഉഷാറായിട്ട് ഓടി നടന്ന് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റട്ടെ ഇവിടുന്ന് അങ്ങോട്ട്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേദി തന്നതിനും നിങ്ങൾക്കും ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. മണിക്കൂട്ടാ, ചേട്ടൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് നല്ല 2 പാട്ട് കേൾക്കാൻ സാധിച്ചു, അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് കാണാൻ സാധിച്ചു. അതിന് ഞങ്ങൾ ചേട്ടനോട് നന്ദി പറയുകയാണ്. നന്ദി. വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും മോളും. മോളുടെ പേര് രുദ്രാക്ഷ എന്നാണ്. ഇപ്പൊ 10 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ മോളെ ഞാൻ തന്നെയാണ് നോക്കണത്. അപ്പോൾ എങ്ങോട്ടും പോകാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക്. മോള് പാടുവോ? മോള് പാടും, ചിത്രം വരയ്ക്കും, നന്നായി ഡാൻസ് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും അവളും കൂടി ഒരു പാട്ട് പാടാറുണ്ട്. അതും 90s ഒരു ഹിന്ദി തന്നെയാണ്. അപ്പോൾ അച്ഛൻ ഞാനും വരട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം ഒന്ന് പോയി നോക്കട്ടെ അച്ഛൻ, എന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും വരാട്ടെ. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം. തിരിച്ച് ഈ പറഞ്ഞ പോലെ ഫീൽഡിലേക്ക് പൂർവാധി ശക്തിയായിട്ട് വരിക, ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, ബൈച്ചേട്ടൻ പാലക്കാട് നിന്ന് ബൈച്ചേട്ടൻ നല്ലൊരു കൈഡി. അപ്പൊ ഇനി നമ്മൾ പല പല വേദികളിൽ കാണട്ടെ. ഓക്കെ, താങ്ക് യു ബൈച്ചേട്ടാ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എല്ലാരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നു. ഉഷാറാക്കിയില്ലേ? ഉഷാറാക്കി. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവാൻ, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.